നമസ്കാരം. പ്രവാസി ചാനൽ മലയാളി.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. മെസ്കിറ്റ് മാർ ഗ്രിഗോറിയസ് ഇടവക ഫീഡ് മൈ സ്റ്റാർവിംഗ് ചിൽഡ്രൻ എന്ന സപ്പോർട്ട് പ്രോഗ്രാമിൽ പങ്കെടുത്തു. 16ാമത് KCCNA കൺവെൻഷൻ ഫ്ലോറിഡയിലെ ഫോർട്ട് ലോഡർഡെയിലിൽ. CSI സഭയ്ക്ക് പുതിയ 6 ഇടയന്മാർ. ദാമ്പത്യ നവീകരണ ധ്യാനം സോമർസെറ്റ് ദേവാലയത്തിൽ സെപ്റ്റംബർ 27-ന്. നിമ്മി റോസ് ദാസിന് ഫിലാഡൽഫിയ അവാർഡ്. വാർത്തകൾ വിശദമായി. സെപ്റ്റംബർ 20 ശനിയാഴ്ച റിച്ചാർഡ്സണിൽ ഫീഡ് മൈ സ്റ്റാർവിംഗ് ചിൽഡ്രനിൽ മെസ്കിറ്റ് മാർ ഗ്രിഗോറിയസ് ഇടവകയിലെ 25-ൽ പരം അംഗങ്ങൾ വികാരി റവറന്റ് ഫാദർ ബിനു തോമസിനോടൊപ്പം വോളണ്ടിയേഴ്സായി. ഹെയ്ത്തിയിലേക്ക് അയക്കുന്ന ഭക്ഷണ പാക്കറ്റുകൾ പാക്ക് ചെയ്യുവാൻ പള്ളിയിലെ വിമൻസ് ലീഗ്, മെൻസ് ലീഗ്, സൺഡേ സ്കൂൾ കുട്ടികൾ എന്നിവർ പങ്കെടുത്തത് ഒരു മറക്കാനാവാത്ത അനുഭവമായിരുന്നു. സാമൂഹ്യ അവബോധമുണ്ടാക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ഒരു വേറിട്ട കാഴ്ചയാണെന്നും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ബിനു അച്ഛൻ പ്രത്യേകം നന്ദി പറയുകയും അഭിനന്ദിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മലയാളി. നോർത്ത് അമേരിക്കയിലെ ക്നാനായ കത്തോലിക്ക സമൂഹത്തിന്റെ ഏറ്റവും വലിയ സംഗമമായ KCCNA കൺവെൻഷന്റെ 16ാമത് പതിപ്പിന് ഫ്ലോറിഡയിലെ ഫോർട്ട് ലോഡർഡെയിലിൽ വേദിയാകും. 2026 ഓഗസ്റ്റ് 6 മുതൽ 10 വരെ ഫോർട്ട് ലോഡർഡെയിലിലെ ബ്രോവാർഡ് കൗണ്ടി കൺവെൻഷൻ സെന്ററിൽ വെച്ച് കൺവെൻഷൻ നടക്കും. 2026 ഓഗസ്റ്റ് 6 മുതൽ 10 വരെ ഫോർട്ട് ലോഡർഡെയിലിലെ ബ്രോവാർഡ് കൗണ്ടി കൺവെൻഷൻ സെന്ററിൽ വെച്ച് കൺവെൻഷൻ നടക്കും. ഷിക്കാഗോയിൽ വെച്ച് നടന്ന ക്നാനായ കത്തോലിക്ക കോൺഗ്രസ് ഓഫ് നോർത്ത് അമേരിക്ക നാഷണൽ കൗൺസിൽ യോഗത്തിലാണ് ഈ പ്രഖ്യാപനം നടന്നത്. KCCNA പ്രസിഡന്റ് ജെയിംസ് ഇല്ലിക്കൽ, ജനറൽ സെക്രട്ടറി വിപിൻ ചാലുങ്കൽ എന്നിവർ ഇക്കാര്യം അറിയിച്ചു. കൺവെൻഷനിൽ പങ്കെടുക്കുന്നവർക്കായി ഫോർട്ട് ലോഡർഡെയിലെ പുതിയ ഹോട്ടൽ സമുച്ചയമായ ഓംനി ഹോട്ടലിൽ താമസ സൗകര്യമൊരുക്കും. അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് ക്നാനായ കുടുംബങ്ങളെ ഒരുമിപ്പിക്കാൻ മഹാസംഗമം ലക്ഷ്യമിടുന്നു. ടാമ്പ, മയാമി ക്നാനായ കത്തോലിക്ക അസോസിയേഷനുകളാണ് കൺവെൻഷന് സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്നത്. 2012 ടാമ്പ കൺവെൻഷന് ശേഷം ഫ്ലോറിഡ വീണ്ടും വേദിയാകുന്നു എന്നതാണ് പ്രത്യേകത. ദക്ഷിണ ഫ്ലോറിഡയിലെ ക്നാനായ സമൂഹം ആദ്യമായാണ് ഇത്ര വലിയൊരു സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. കൺവെൻഷൻ ലൊക്കേഷന്റെ വിശദാംശങ്ങൾ KCCCF പ്രസിഡന്റ് ജെയ്മോൾ മൂശാരിപ്പറമ്പിൽ, ടാമ്പ RVP ജോബി ഊരാളിൽ, അറ്റ്ലന്റ മയാമി RVP അരുൺ പൗവത്തിൽ എന്നിവർ നാഷണൽ കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചു. വിശുദ്ധ കുർബാന, യുവജന ശിശു പരിപാടികൾ, നേതൃത്വ സമ്മേളനങ്ങൾ, സെമിനാറുകൾ, സാംസ്കാരിക മേളകൾ, കലാസാംസ്കാരിക മത്സരങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വിപുലമായ പരിപാടികളാണ് കൺവെൻഷനിൽ സംഘടിപ്പിക്കുക. ക്നാനായ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന കലാപരിപാടികളും ഉണ്ടാകും. 16ാമത് KCCNA കൺവെൻഷൻ വെറുമൊരു സംഗമം മാത്രമല്ല, നമ്മുടെ സമുദായ പാരമ്പര്യത്തിൻ്റെയും ബന്ധങ്ങളുടെയും മഹോത്സവം കൂടിയാണ്. KCCNA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അറിയിച്ചു. മികച്ച സൗകര്യങ്ങളും തന്ത്രപ്രധാനമായ സ്ഥലവുമുള്ള ബ്രോവാർഡ് കൗണ്ടി കൺവെൻഷൻ സെന്റർ ലോകത്തിലെ ഏറ്റവും വലിയ ക്നാനായ സംഗമങ്ങളിൽ ഒന്നിന് അനുയോജ്യമായ അന്തരീക്ഷം ഒരുക്കും. രജിസ്ട്രേഷൻ, താമസം, പരിപാടികളുടെ വിശദാംശങ്ങൾ എന്നിവ ഉടൻ അറിയിക്കുമെന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂട്ടിച്ചേർത്തു. പ്രസിഡന്റ് ജെയിംസ് ഇല്ലിക്കൽ, എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് സിജു ചെരുവൻകാലയിൽ, ജനറൽ സെക്രട്ടറി വിപിൻ ചാലുങ്കൽ, ജോയിന്റ് സെക്രട്ടറി സൂസൻ തെങ്ങുംതറയിൽ, ട്രഷറർ ജോജോ തറയിൽ, വൈസ് പ്രസിഡന്റ് ജേക്കബ് കുസുമാലയം, ജോയിന്റ് ട്രഷറർ ജസ്നി കൊട്ടിയാനിക്കൽ എന്നിവരാണ് KCCNAക്ക് നേതൃത്വം നൽകുന്നത്. ഇവരെ കൂടാതെ റീജിയണൽ വൈസ് പ്രസിഡന്റുമാരായ ഫിലിപ്സ് മാത്യു മാപ്പിളശ്ശേരിൽ, അരുൺ ജോർജ് പൗവത്തിൽ, സിൽവർസ്റ്റർ സിറിയക് കൊടുന്നിനാംകുന്നേൽ, ബാബു തൈപ്പറമ്പിൽ, സജി ജോസഫ് ഒരപ്പാങ്കൽ, ഗോഡ്വിൻ കൊച്ചുപുരയ്ക്കൽ, ടോമി ജോസഫ് തെക്കനാട്ട്, ജോ മാനുവൽ മരങ്ങാട്ടിൽ, ജോബി ഫിലിപ്പ് ഊരാളിൽ, മിന്നു എബ്രഹാം കൊടുന്നിനാംകുന്നേൽ, വിമൻസ് ഫോറം നാഷണൽ പ്രസിഡന്റ് ഡാനി പല്ലാട്ടുമടം, KCYL പ്രസിഡന്റ് ആൽവിൻ പിണർക്കയിൽ, യുവജനവേദി നാഷണൽ പ്രസിഡന്റ് പുന്നൂസ് വഞ്ചിപുരക്കൽ, സ്പിരിച്വൽ ഡയറക്ടർ റവറന്റ് ഫാദർ ബോബൻ വട്ടംപുറത്ത് എന്നിവരടങ്ങിയതാണ് KCCNA എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ന്യൂസ് ഡെസ്ക് മലയാളി. CSI സഭയ്ക്ക് പുതിയ 6 ഇടയന്മാരെ തിരഞ്ഞെടുത്തു. മദ്രാസ് ഇടവക ബിഷപ്പായി ഫ്രാൻസിസ് രവിചന്ദ്രൻ, കർണാടക സെൻട്രൽ മഹാ ഇടവക ബിഷപ്പായി ഡോക്ടർ വിൻസെന്റ് വിനോദ് കുമാർ, സന്യാൽ മഹാ ഇടവക ബിഷപ്പായി കമനൂരി സന്തോഷ് പ്രസന്ന റാവു, കൊല്ലം കൊട്ടാരക്കര മഹാ ഇടവക ബിഷപ്പായി ജോസ് ജോർജ്, കൊച്ചിൻ മഹാ ഇടവക ബിഷപ്പായി കുര്യൻ പീറ്റർ, ഈറോഡ് സേലം മഹാ ഇടവക ബിഷപ്പായി ഡോക്ടർ A ജേക്കബ് ലിവിങ്സ്റ്റൺ എന്നിവരെ തിരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക് മലയാളി.
ഷിക്കാഗോ സെന്റ് തോമസ് സീറോ മലബാർ കത്തോലിക്ക രൂപതയുടെ ഫാമിലി അപ്പോസ്തലേറ്റ് 2025 സെപ്റ്റംബർ 27 ശനിയാഴ്ച സോമർസെറ്റിലെ സെന്റ് തോമസ് സീറോ മലബാർ കത്തോലിക് ഫൊറോന ദേവാലയത്തിൽ ദാമ്പത്യ നവീകരണ ധ്യാനം സംഘടിപ്പിക്കുന്ന വിവരം ഇടവക വികാരി റവറന്റ് ഫാദർ ജോണിക്കുട്ടി പുലിശ്ശേരി അറിയിച്ചു. 15 വർഷത്തിൽ താഴെ വിവാഹ ജീവിതം നയിക്കുന്ന ദമ്പതികൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഈ ഏകദിന ധ്യാനം നിങ്ങളുടെ വിശ്വാസം ആഴപ്പെടുത്തുവാനും ദാമ്പത്യബന്ധം പരിപോഷിപ്പിക്കുവാനും വിവാഹ ജീവിതത്തിൻ്റെ സന്തോഷവും ശക്തിയും വീണ്ടെടുക്കാനും അവസരമൊരുക്കും. തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് മാറി നിങ്ങളുടെ ബന്ധത്തിന് കൂടുതൽ കരുത്ത് പകരാനും ഈ ധ്യാനം സഹായിക്കും. പരിപാടിയുടെ വിശദാംശങ്ങൾ: തീയതി 2025 സെപ്റ്റംബർ 27 ശനിയാഴ്ച, സമയം രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെ. വേദി സെന്റ് തോമസ് സീറോ മലബാർ കാത്തലിക് ഫൊറോന ദേവാലയം, സോമർസെറ്റ്, ന്യൂജേഴ്സി. പ്രശസ്തരായ ആർട്ട് ആൻഡ് ലൊറൈൻ ബെനറ്റ്, ജിലു ചെങ്ങനാട്ട്, ഫാദർ മെൽവിൻ പോൾ എന്നിവർ ഈ ധ്യാനത്തിന് നേതൃത്വം നൽകും. പ്രചോദനാത്മകമായ പ്രഭാഷണങ്ങൾ, ചിന്തോദ്ദീപകമായ വിചിന്തനങ്ങൾ, ആകർഷകമായ ചർച്ചകൾ എന്നിവ ഈ ധ്യാനത്തെ കൂടുതൽ സമ്പന്നമാക്കും. വിവാഹ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളും വെല്ലുവിളികളും തുറന്നു സംസാരിക്കാനും നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ഈ ധ്യാനം അവസരം നൽകും. ബേബി സിറ്റിംഗ് സൗകര്യം ഉണ്ടായിരിക്കും. സീറ്റുകൾ പരിമിതമാണ്. നേരത്തെ രജിസ്റ്റർ ചെയ്യുന്നത് അഭികാമ്യമായിരിക്കും. ദമ്പതികളെയും വ്യക്തികളെയും സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി റവറന്റ് ഫാദർ മെൽവിൻ പോൾ, ജസ്ലിൻ മെത്തിപ്പാറ എന്നിവരുമായി ബന്ധപ്പെടുക. ന്യൂസ് ഡെസ്ക് മലയാളി. പുകളറിഞ്ഞ നർത്തകിയും നൃത്തവർഷിണി അവാർഡ് ജേതാവുമായ നിമ്മി റോസ് ദാസിനെ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഫിലാഡൽഫിയ സംഘടിപ്പിച്ച ഓണാഘോഷ കേരളോത്സവ വേദിയിൽ ഫിലാഡൽഫിയ മാപ്പ് എക്സലൻസ് അവാർഡ് സമ്മാനിച്ച് ആദരിച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ദേശീയ അംഗീകാരമുള്ള നയ ആൻഡസ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ നേടിയിട്ടുണ്ട് നിമ്മി റോസ് ദാസ്. ഹൃദയങ്ങൾക്കും ആത്മാവിനും ഉത്കർഷം പകരുന്ന നൃത്താവിഷ്കാരങ്ങൾ മികച്ച സാംസ്കാരിക ഉത്സവങ്ങളിലും വേദികളിലും അവതരിപ്പിച്ച് പൊതുനന്മ സാധ്യമാക്കിയ അതുല്യ കലാകാരിയാണ് നിമ്മി റോസ് ദാസ് എന്ന മുദ്രണമാണ് അവാർഡ് നിർണയത്തിന് ആധാരമെന്ന് ഗ്രേറ്റർ ഫിലാഡൽഫിയ മലയാളി അസോസിയേഷൻ അവാർഡ് സമിതി പ്രസ്താവിച്ചു. ഇന്ത്യയിലുടനീളവും അന്തർദേശീയ രംഗങ്ങളിലും ലോകപ്രശസ്തമായ ന്യൂയോർക്ക് കാർണഗി ഹാളിലും വാഷിംഗ്ടൺ DC-യിൽ നടന്ന ലോക സാംസ്കാരിക ഉത്സവം 2023-ലും നിമ്മി റോസ് ദാസ് നർത്തനമാടി. അധ്യാപിക എന്ന നിലയിൽ നിമ്മി അസംഖ്യം വിദ്യാർത്ഥികളുടെ മാർഗദർശിയാണ്. നഴ്സസ് ലീഡറായും അധ്യാപികയായും നഴ്സ് അഡ്മിനിസ്ട്രേറ്ററായും പ്രവർത്തിക്കുന്നു. നിരവധി നാടകങ്ങളിൽ അഭിനയിച്ചു. ചിത്രരചനയിലും പെയിന്റിങ്ങിലും മികവ് പുലർത്തുന്ന ചിത്രകാരി എന്ന നിലയിലും പ്രശസ്തയാണ്. ഫിലാഡൽഫിയയിലെ പേരെടുത്ത യൂണിവേഴ്സിറ്റിയിലെ നഴ്സ് എഡ്യൂക്കേറ്ററും പ്രശസ്ത ഹോസ്പിറ്റൽ നഴ്സ് മാനേജറുമാണ് നിമ്മി റോസ് ദാസ്. നിമ്മി റോസ് ദാസ് 1991-ൽ യൂണിവേഴ്സിറ്റി കലാതിലകമായിരുന്നു. കൊച്ചിൻ കോളേജിൽ കോളേജ് യൂണിയൻ ആർട്സ് വിഭാഗം സെക്രട്ടറിയായിരുന്നു. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് ധനശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും ഫിലാഡൽഫിയയിലെ കോളേജുകളിൽ നിന്ന് ഒക്യുപേഷണൽ തെറാപ്പിയിൽ ബിരുദവും നഴ്സിംഗിൽ മാസ്റ്റേഴ്സും നേടി. 1998-ൽ രൂപം കൊണ്ട ഭരതം ഡാൻസ് അക്കാദമിയുടെ സ്ഥാപകയും ഡയറക്ടറുമാണ് നിമ്മി റോസ് ദാസ്. 28 വർഷമായി ഫിലാഡൽഫിയയിൽ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം എന്നീ നൃത്തകലകളെയും മലയാളം, ഹിന്ദി ഭാഷകളെയും ഗാനസംഗീത യോഗവിദ്യകളെയും ഭരതം ഡാൻസ് അക്കാദമിയിൽ പഠിപ്പിക്കുന്നു. ഭരതം ഡാൻസ് അക്കാദമി വർഷം തോറും ഡാൻസ് പ്രോഗ്രാമുകളിലൂടെ ജീവകാരുണ്യ നിധി സമാഹരിച്ച് ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്ക് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ധനസഹായം എത്തിക്കുന്നു. ന്യൂയോർക്കിലെ പ്രശസ്തമായ കാർണഗി ഹാളിൽ ശാകുന്തളത്തെ അടിസ്ഥാനമാക്കിയുള്ള മോഹിനിയാട്ടം ഡാൻസ് എപ്പിസോഡ് അവതരിപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നിമ്മി റോസ് ദാസിന്റെ ഭരതം ഡാൻസ് അക്കാദമിയിൽ പുരോഗമിക്കുന്നു. ഭരതം ഡാൻസ് അക്കാദമിയുടെ രജത ജൂബിലി ആഘോഷത്തിൽ സമാഹരിച്ച തുക വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്ന അശരണർക്ക് നൽകിയിരുന്നു. പ്രശസ്ത നർത്തക ദമ്പതികളായ സുരേന്ദ്രനാഥിൻ്റെയും വിജയലക്ഷ്മി സുരേന്ദ്രനാഥിൻ്റെയും ശിക്ഷണത്തിലാണ് നിമ്മി റോസ് ദാസ് ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എന്നീ ക്ലാസിക്കൽ നൃത്തകലകളിൽ പ്രാവീണ്യം നേടിയത്. IT പ്രൊഫഷണൽ ഭർത്താവ് നെഡ് ദാസ്, നർത്തകിയും ഗായികയുമായ മകൾ നൈന ദാസ് എന്നിവരാണ് ഒപ്പമുള്ളത്. മാപ്പ് ഓണം കേരളോത്സവം 25 അരങ്ങിൽ തെയ്യം തൊട്ട് തിരുവാതിര വരെ എന്ന കലാവിരുന്നുകൊണ്ട് കേരള കലാരൂപങ്ങളുടെ തരംഗമൊരുക്കി ശ്രദ്ധേയമായ വേദിയിലായിരുന്നു അവാർഡ് ദാനം നടന്നത്. നിമ്മി ദാസിന് സമ്മാനിച്ച ആദരഫലകത്തിന്
ഭരതം എന്ന വാക്കിൻ്റെ മൂലകാരണങ്ങളായ ഭാവ, രാഗ, താള വ്യാപ്തിയേകി. മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഫിലാഡൽഫിയ പ്രസിഡന്റ് ബെൻസൺ വർഗീസ് പണിക്കർ, ജനറൽ സെക്രട്ടറി ലിജോ ജോർജ്, ട്രഷറർ ജോസഫ് കുരുവിള, പ്രോഗ്രാം ചെയർ ശ്രീജിത്ത് കോമത്ത്, VP കൊച്ചുമോൻ വയലത്ത്, സെക്രട്ടറി എൽദോ വർഗീസ്, അക്കൗണ്ട് ജെയിംസ് പീറ്റർ, ബോർഡ് ഓഫ് ട്രസ്റ്റീസ് അനൂസ് കറിയ, ബിനു ജോസഫ്, ഷാലു പുന്നൂസ്, തോമസ് ചാണ്ടി, ആർട്സ് അഷിത ശ്രീജിത്ത്, സ്പോർട്സ് സന്തോഷ് ഫിലിപ്പ്, യൂത്ത് സജി വർഗീസ്, പബ്ലിസിറ്റി ആൻഡ് പബ്ലിക്കേഷൻ റോജിഷ് സാമുവൽ, എഡ്യൂക്കേഷൻ ആൻഡ് IT ഫെയ്ത്ത് മരിയ എൽദോ, മാപ്പ് ICC ഫിലിപ്പ് ജോൺ, ചാരിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി ലിബിൻ പി കുര്യൻ, ലൈബ്രറി ജോൺസൺ മാത്യു, ഫണ്ട് റൈസിംഗ് ജോൺസൺ സാമുവൽ, മെമ്പർഷിപ്പ് അലക്സ് അലക്സാണ്ടർ, വിമൻസ് ഫോറം ദീപ തോമസ്, ഏലിയാസ് പോൾ, ദീപു ചെറിയാൻ, ജോർജ് M കുഞ്ചാണ്ടി, ജോർജ് മാത്യു, ലിസി ബി തോമസ്, മാത്യു ജോർജ്, രാജു ജി ശങ്കരത്തിൽ, റോയ് വർഗീസ്, സാബൂസ് കറിയ, ഷാജി സാമുവൽ, സോബി ടി, സോയ നായർ, സ്റ്റാൻലി ജോൺ, തോമസ് കുട്ടി വർഗീസ്, വിൻസെൻ്റ് ഇമാനുവൽ എന്നീ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് എന്നിവരാണ് മാപ്പ് ഓണം കേരളോത്സവം 25 ഗംഭീരമാക്കുന്നതിന് സമർത്ഥമായ നേതൃത്വം നൽകിയത്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇതോടെ പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.